മറ്റൊരു പുതിയ വീഡിയോയുമായി ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. ഞാൻ ആദ്യമായി എല്ലാവരെയും ഷോബാസ് മൈമൂസ് ക്രാഫ്റ്റ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് എല്ലാ വീട്ടമ്മമാർക്കും ഉപകാരപ്രദമായ കുറച്ച് ടിപ്സുകളുമായിട്ടാണ്. ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ, ഞാൻ 2-3 നാരങ്ങ എടുത്തിട്ട് നമ്മൾ നാരങ്ങയൊക്കെ കൂടുതൽ കിട്ടുമ്പോഴൊക്കെ ഇത് ചീത്തയാവാതെ എങ്ങനെ നമുക്ക് കുറേ ദിവസം സൂക്ഷിച്ച് വയ്ക്കാമെന്ന് നോക്കാം. നാരങ്ങ ഇതേപോലെ ഇങ്ങനെ ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞിട്ട് അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറിൽ പൊതിഞ്ഞിട്ട് ഇങ്ങനത്തെ ഒരു ഡബ്ബ എടുത്ത് അല്ലെങ്കിൽ കവറിൽ വെച്ചാലും മതി, ഇങ്ങനെ ഇട്ട് വെച്ചാൽ മതി. അപ്പം കുറേ ദിവസം ഫ്രഷ്നെസ് പോവാതെ നല്ല ചീത്തയാവാതെ എല്ലാം നമുക്ക് ലെമൺ ഉപയോഗിക്കാം. എല്ലാവർക്കും ഉപകാരപ്രദമായ ഒരു ടിപ്പാണിത്. എല്ലാവരുടെ വീട്ടിലുണ്ടാവും നാരങ്ങ. ഇങ്ങനത്തെ ഒരു ഡബ്ബയിൽ അല്ലെങ്കിൽ ഒരു സിപ്പിലാക്കിലോ വേറെ പ്ലാസ്റ്റിക് കവറിൽ ഒക്കെ ഇട്ട് സൂക്ഷിച്ച് വയ്ക്കാം. ഞാനിതിനു മുമ്പ് അപ്ലോഡ് ചെയ്ത എൻ്റെ വീഡിയോസ് കണ്ട് എനിക്ക് സപ്പോർട്ട് തരുന്ന എല്ലാവരോടും ഞാൻ നന്ദി പറയുകയാണ്. ഭാവിയിലും ഇതേപോലെ സപ്പോർട്ട് തരണം. ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, കുറച്ച് പച്ചമുളകാണ്. അപ്പോൾ പച്ചമുളക് പെട്ടെന്ന് ചീത്തയാവും. അപ്പോൾ ഇതിങ്ങനെ ചീത്തയാവാതിരിക്കാൻ വേണ്ടി നമ്മൾക്ക് എന്ത് ചെയ്യാൻ നോക്കാം. ആദ്യമായിട്ട് നമുക്ക് ഈ പച്ചമുളകിൻ്റെ ഞെട്ട് കളഞ്ഞെടുക്കാം. എൻ്റെ കൂട്ടുകാരിലാരെങ്കിലും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വളരെ വിലയേറിയതാണ്. ഞെട്ടിയെല്ലാം എടുത്ത് കളഞ്ഞു. ഇത് എടുത്തിട്ട് വേണം നമ്മൾ സൂക്ഷിച്ച് വയ്ക്കാൻ. നമുക്കിതിൽ നല്ലോണം വെള്ളമെല്ലാം കളയുക. ഒരു തുണി വെച്ച് ഒപ്പിയെടുത്തിട്ട് വെള്ളത്തോടു കൂടി സൂക്ഷിച്ച് വയ്ക്കരുത്, വേഗം ചീത്തയായി പോകും. നമ്മൾക്ക് ഇതേപോലെ ഒരു പ്ലാസ്റ്റിക് ഡബ്ബയിൽ ഇട്ട് വയ്ക്കാം. ഇനി നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇതിലിട്ട് കൊടുക്കുക. എന്നിട്ട് കുലുക്കിയിട്ട് ഇങ്ങനെ അടച്ച് വെച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ കുറേ ദിവസം ചീത്തയാവാതിരിക്കാം. അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, ഞാൻ കുറച്ച് ചെറുപയർ എടുത്തിട്ടുണ്ട്, കറി വയ്ക്കാനാണ്. അപ്പോൾ ഇത് നമ്മൾ കറി വയ്ക്കാൻ എന്തിനു ഉപയോഗിക്കുകയാണെങ്കിലും ഇങ്ങനെയൊന്ന് വറുത്ത് നല്ലോണം ഒന്ന് ചൂടാക്കിയാൽ മതി. അപ്പോൾ നമ്മൾക്ക് ചെറുപയറിൻ്റെ കറിക്ക് നല്ല ടേസ്റ്റും കിട്ടും. പിന്നെ ചെറുപയറിൻ്റെ ആ ഒരു വഴുവഴുപ്പുണ്ടല്ലോ, അത് പോയി കിട്ടുകയും ചെയ്യും. എല്ലാവരും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം. നല്ലോണം ഒന്ന് ചൂടായാൽ മതി. നല്ലോണം ഒന്ന് ചൂടായാൽ മതി, കൈ പിടിക്കാൻ പറ്റാത്തൊരു പാകത്തില്ല. അപ്പോൾ നമ്മളിങ്ങനെ സ്റ്റൗ ഓഫ് ചെയ്യാം. ഇതാ നല്ലോണം ഒന്ന് ചൂടായാൽ മതി. നമുക്ക് പിടിക്കുമ്പോൾ ചൂട് അനുഭവപ്പെടില്ല, അത്രയും ചൂടായാൽ മതി. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അടുത്ത ഒരു ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, നമ്മളിങ്ങനെ മൺപാത്രങ്ങളൊക്കെ പാചകത്തിന് ഉപയോഗിക്കുമ്പോൾ നമ്മൾ കഴുകി ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് വെള്ളമൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ പാത്രം ചൂടായിട്ട് വെള്ളം വറ്റി വരുമ്പോൾ നമുക്ക് കുറേ ഗ്യാസ് ചിലവാകും. അപ്പോൾ അതുകൊണ്ട് വേണ്ടിയിട്ട് നമുക്ക് നല്ലോണം തുടച്ച് ഡ്രൈ ആയതിന് ശേഷം നമ്മൾ സ്റ്റൗ കത്തിച്ച് കൊടുത്താൽ വേഗം പാത്രം ചൂടായി കിട്ടും. കുറേ ഗ്യാസ് നമുക്ക് ലാഭിക്കാം. ഇത് നല്ലൊരു ടിപ്പല്ല, എല്ലാവർക്കും ഉപയോഗപ്പെടും. നമ്മൾ നല്ലോണം തുടച്ചതിന് ശേഷം സ്റ്റവ് കത്തിച്ച് അപ്പോൾ പിന്നെ പെട്ടെന്ന് നമുക്ക് ചൂടായി കിട്ടുന്നുണ്ട്. അപ്പോൾ നല്ല പെട്ടെന്ന് ചൂടായി കിട്ടും. എൻ്റെ കൂട്ടുകാരിൽ ആരെങ്കിലും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായാൽ ദയവ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വളരെ വിലയേറിയതാണ്. അപ്പോൾ ഞങ്ങളുടെ ഈ മാങ്ങേൻ്റെ ഒരു ടിപ്പാണ് അടുത്തത്. മാങ്ങക്ക് തീരാറായി ഈ വർഷത്തെ, ഒന്നുകൂടെ പഴുക്കാനുണ്ട് ഇത്. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ നന്നായി പഴുത്ത് കിട്ടണമെങ്കിൽ ഇങ്ങനെ
ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞിട്ട് അരി സൂക്ഷിക്കുന്ന ഡബ്ബയിൽ വെച്ചാൽ നമുക്ക് പെട്ടെന്ന് മാങ്ങ നന്നായിട്ട് പഴുത്ത് കിട്ടും. അപ്പോൾ ഈ ടിപ്സ് എല്ലാവർക്കും നല്ല ഉപകാരപ്രദമാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ കുറച്ച് ടിപ്സുകളായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്യണം. പിന്നെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്തണം. പിന്നീട് വരുന്ന ആളെന്ന് ഓപ്ഷനോട് എനേബിൾ ചെയ്താൽ ഞാൻ പിന്നീട് വരുന്ന എൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം നിങ്ങൾക്ക് കിട്ടും. ഷോബാസ് ഫ്ലവേഴ്സ് വീക്ഷിച്ച എല്ലാവർക്കും നന്ദി. മറ്റൊരു പുതിയ വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും ബായ്.